നന്ദി ബിന്ദുരാജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1802 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പാമ്പിൽ, MD ഹോമിയോപ്പതി, ഗ്രീസിലെ പ്രൊഫസർ വിദൽക്ലോസ് അക്കാഡമിയിൽ നിന്നും ഡിപ്ലോമ ബിരുദം, അമേരിക്കയിലെ ഹൂസ്റ്റണിലെ MD ആൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാലിയേറ്റീവ് കെയറിൽ ഡിപ്ലോമ, മെഡിക്കൽ ഓഫീസർ, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പൂവാർ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിന്റെ കോർഡിനേറ്റർ കൂടിയായ ഡോക്ടർ ഇന്ന് എടുക്കുന്നത് ഗൃഹ കേന്ദ്രീകൃത പാലിയേറ്റീവ് കെയർ പദ്ധതിയും പരിചരണവും ഹോമിയോപ്പതിയുടെ പ്രസക്തിയും എന്ന വിഷയത്തിലുള്ള ഒരു ക്ലാസ് ആണ്. ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. താങ്ക് യു മാഡം. വീണ്ടും ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്യാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വിഷയം ഇന്ന് ഗൃഹ കേന്ദ്രീകൃത പാലിയേറ്റീവ് കെയർ, സാന്ത്വന ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അതും ഹോമിയോപ്പതിയുടെ ഒരു പ്രസക്തി ഈ ഹോം കെയർ അഥവാ ഗൃഹ കേന്ദ്രീകൃത പരിചരണം എന്ന ആ പെർട്ടിക്കുലർ കമ്പോണന്റിൽ എന്തൊക്കെ നമുക്ക് നോക്കാൻ പറ്റും, ഈ രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ ഗൃഹ കേന്ദ്രീകൃത പരിചരണം എന്ന ഒരു പാലിയേറ്റീവ് ഡയമെൻഷനിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്ന സെഷൻ ആരംഭിക്കാം. നമുക്ക് രോഗികളെ 4 തരം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്വാഭാവികമായിട്ടും പേഷ്യൻസ് ആകുന്ന ഘട്ടം, അതിനു മുമ്പുള്ള ഹെൽത്തി പീപ്പിൾ, അതാണ് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്രോണിക് ഡിസീസ്, അതായത് രോഗം നിർണയിക്കപ്പെട്ടു പക്ഷെ നമുക്കിനിയും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത കാറ്റഗറിയിലേക്ക് കടക്കുന്ന ഒരു വിഭാഗം. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹോം ബൗണ്ട് പേഷ്യൻസ്, അതായത് അവർ വീട്ടിൽ തന്നെ കഴിയേണ്ടി വരുന്ന അവസ്ഥാവിശേഷമുള്ളവർ. നാലാമത്തെ കാറ്റഗറിയാണ് ബെഡ് ബൗണ്ട് പേഷ്യൻസ്, അതായത് ഒരു പരസഹായം ഇല്ലാതെ അവർക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സഹായത്തോടു കൂടി മാത്രം അവർക്ക് അനങ്ങാൻ പോലും കഴിയുകയുള്ളൂ എന്ന ഒരു അവസ്ഥയിലുള്ളവര്. ഇതാണ് നാലാമത്തെ കാറ്റഗറി അഥവാ ബെഡ് ബൗണ്ട് പേഷ്യൻസ്. അപ്പൊ ഈ നാലാമത്തെ കാറ്റഗറി പേഷ്യൻസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിചരണമാണ് ശരിക്കും ഗൃഹ കേന്ദ്രീകൃത പരിചരണം അഥവാ ഹോം കെയർ എന്ന് പറയുന്നത്. അതായത് ഒരു ടീം ആ രോഗിയുടെ അടുത്തേക്ക് പോയി, ഈ ബെഡ് ബൗണ്ട് ആയിട്ട് കിടക്കുന്ന അവർക്ക് സ്വാഭാവികമായും ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പൊ അവരുടെ പക്ഷെ നീഡ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അവരിലേക്ക് ചികിത്സ എത്തിക്കുന്ന ഒരു ടീമിന്റെ പ്രവർത്തനമാണ് ശരിക്കും ഈ നാലാമത്തെ കാറ്റഗറിയിലുള്ളത്. അപ്പൊ ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് പോലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്, പ്രത്യേകമായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ് അതിനുള്ളത്. മറ്റു വ്യത്യസ്തങ്ങളായ സ്പെഷ്യലൈസേഷൻസിനെ പോലെ അല്ല. ഇവിടെ ഒരു ടീം ചെന്ന് കൈകാര്യം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത്, അതായത് വ്യക്തിയുടെ ശാരീരിക, മാനസിക, വൈകാരിക, സാമൂഹിക, പിന്നെ അവരുടെ ആധ്യാത്മികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും സിറ്റുവേഷൻസിനെയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആധ്യാത്മികം ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ചും കൂടെ ഒരു ഹയർ ഫിലോസഫിക്കൽ പ്ലെയിനിലാണ്. ഒരു റിലീജിയസ് എന്നുള്ളതിനെക്കാട്ടിലും ഉപരിയായിട്ട് നമ്മുടെ ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് മോചനമില്ല എന്ന് ഉള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒക്കെ മനസ്സിലൂടെ കടന്നു പോകുന്ന
ചില ചിന്തകളുടെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് അവരിലെ ഒരു സ്പിരിച്വാലിറ്റി സീക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയും കൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയാണ് പാലിയേറ്റീവ് കെയറിലുള്ളത്. അപ്പോൾ ആ പാലിയേറ്റീവ് കെയർ എന്നുള്ള ഒരു അപ്രോച്ച് ശരിക്കും ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാട്ടിലും കൂടുതൽ ഒരു ടീമിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിന്റെ മറ്റൊരു പ്രത്യേകത. അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗക്കാർക്ക്, അവിടെ നഴ്സിനോ ഡോക്ടർക്കോ അവരുടെ സ്പെഷ്യലൈസേഷൻ, അവരുടെ സ്കിൽ അനുസരിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാൻ പറ്റും. നഴ്സിന് നഴ്സിംഗ് കെയർ കൊടുക്കാൻ പറ്റും, ഡോക്ടറിന് മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പക്ഷേ ആ മെഡിസിന് ഉപരിയായിട്ട് മറ്റെന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് കെയർ ആ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് ഡോക്ടറിന്റെ നോളജ് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഒരു രോഗിയുടെ പ്രശ്നം അവസാനിക്കുന്നില്ല. ആ രോഗിയുടെ പ്രശ്നം ഒരു പക്ഷേ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കട്ടിലിൽ കിടന്നു പോയി എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ ഏറ്റവും അധികം അവരെ അലട്ടുന്ന ഒരു പ്രശ്നം, ഞാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ ഒരാൾക്ക് ബാധ്യതയാണ്, ഞാൻ ഒരാൾക്ക് ഒരു ബേർഡൻ ആണ്. ഒരിക്കലും ഒരു വ്യക്തി അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെയും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ വരുന്ന ഒരു ചിന്തയാണ് സാമ്പത്തികമായ ഒരു അവസ്ഥാവിശേഷം. അപ്പോൾ ഒരു പക്ഷെ അതൊരു ഏർണിംഗ് മെമ്പർ ആണെങ്കിൽ ആ വീട്ടിലിന്റെ തന്നെ ഒരു സിറ്റുവേഷൻ മാറി മറിയും. അതല്ല, അവർക്ക് സാമ്പത്തികമായി നല്ല രീതിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി വർഷങ്ങളോളം കിടപ്പ് രോഗിയായി പോയാൽ ഒരു പക്ഷെ ഏതൊരു കുടുംബത്തിന്റെയും ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് പോകുന്ന ഒരു അവസ്ഥയാണത്. അപ്പോ ഈ കാര്യവും ഈ രോഗിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ അതിലേക്കാട്ടിലും ഉപരിയായിട്ട് അവരനുഭവിക്കുന്ന ആശങ്കകള്, ഏകാന്തത, ഹ്യൂമിലിയേഷൻ, അതായത് ഒരു പക്ഷെ ഒറ്റപ്പെടുത്തലിന്റെ ഒപ്പം തന്നെ വരുന്ന മറ്റ് പ്രശ്നങ്ങള്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഐസൊലേഷനും പിന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭാരമാണ്, നിങ്ങളെ കൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല, നിങ്ങളെ നോക്കിയിട്ട് എൻ്റെ ജീവിതം വേറൊരു കാര്യത്തിനും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അതൊന്നുമില്ലെങ്കിൽ ഇപ്പൊ മക്കളോ സ്പൗസോ അല്ല നോക്കുന്നത്, ഒരു കെയർ ഗിവർ ആണ് നോക്കുന്നതെങ്കിൽ ആ കെയർ ഗിവർ അവരെ റെസ്പെക്ട്ഫുൾ ആയിട്ടല്ല കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ പാലിയേറ്റീവിന്റെ ഒരു കാഴ്ചപ്പാടിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, ഒരു വാക്ക് അവിടെ നമ്മൾ അടിവരയിട്ട് സംസാരിക്കും. നമ്മൾ പറയും മക്കളെ നല്ലൊരു സ്കൂളിൽ വിടും, അവരെ അന്തസ്സായിട്ട് പഠിപ്പിക്കണം, അന്തസ്സായിട്ട് വളർത്തണം, അന്തസ്സായിട്ട് കെട്ടിച്ചു വിടണം, അവര് അന്തസ്സായിട്ട് ജീവിക്കുന്നത് കാണണം. അപ്പൊ ഈ അന്തസ് എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും എപ്പോഴെങ്കിലും ഒക്കെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മളുടെ ഏറ്റവും നല്ല റിസോഴ്സസ് അതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ടോ നമുക്ക് അന്തസ്സായിട്ട് മരിക്കാൻ സാധിക്കുമോ എന്നുള്ളത്? അപ്പോ മരണത്തിലും അന്തസ് വരുന്ന ഒരു പ്രവർത്തനമാണ് പാലിയേറ്റീവ് പരിചരണം. അവിടെ ഒരു മരണാസന്നനായിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരവസ്ഥ, അതല്ലെങ്കിൽ രോഗം മാറി ആ ആരോഗ്യാവസ്ഥ, അവരുടെ പൂർണ്ണമായ ആരോഗ്യാവസ്ഥ തിരിച്ചു കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇത് നമ്മളുടെ നേരത്തെ പറഞ്ഞ കാറ്റഗറി 2, 3, 4 എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ കാറ്റഗറി 2 പുറത്തൊക്കെ പോകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഉണ്ട്. കാറ്റഗറി 3ക്ക് അവര് മുറിക്കകത്ത് സഞ്ചരിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ കാറ്റഗറി 4നെ സംബന്ധിച്ച് രാത്രി ഏത് പകലേതെന്ന് അറിയില്ല, ആരുടെയെങ്കിലും ഔദാര്യത്തിൽ മാത്രം ഭക്ഷണം കിട്ടുക, ഒരു കൊതുക് വന്ന് കടിച്ചാൽ പോലും ചൊറിയാൻ കൈ പോലും പൊക്കാൻ പറ്റാത്ത എത്രയോ കിടപ്പ് രോഗികളുണ്ട്. അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്നും ഉണ്ടാവുന്ന ദുർഗന്ധം അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ. പിന്നെ നമ്മളിപ്പോ കാണുന്നുണ്ട് പലപ്പോഴും ഈ ഡയപ്പറും
എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കെയർ കൊടുക്കുന്നു. ഒരു പക്ഷെ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ടാവാം അത് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ നമ്മൾക്ക് ഒരു മണിക്കൂർ നമ്മൾ ഇട്ടിരിക്കുന്ന അടിവസ്ത്രത്തിൽ നനവോടുകൂടി അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്തിരിക്കുന്ന അടിവസ്ത്രത്തിൽ ഇരിക്കാൻ നമ്മളെ കൊണ്ട് എത്ര സമയം സാധിക്കും? അപ്പോൾ ഒരു പാലിയേറ്റീവ് കിടപ്പ് രോഗിക്ക് പലപ്പോഴും മറ്റൊരാളുടെ ഔദാര്യത്തിനനുസരിച്ചിട്ടേ ഇതൊക്കെ മാറ്റപ്പെടത്തുള്ളൂ. ചിലപ്പോൾ അത് 24 മണിക്കൂറായിരിക്കാം. അപ്പോൾ അവർക്ക് അനുഭവിക്കുന്ന മാനസിക വൈകാരിക ബുദ്ധിമുട്ടുകൾ അപ്പോൾ ചെറുതൊന്നുമല്ല. പലപ്പോഴും പല പാലിയേറ്റീവ് രോഗികളും ഞങ്ങളോട് ഹോം കെയറിന് പോകുമ്പോൾ പറയാറുണ്ട്, ഈ ഡയപ്പർ തരുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത് ഒന്ന് നിർത്താൻ സാധിക്കുമോ? അപ്പൊ അത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതിന്റെ ഉപയോഗം അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള അതുകൊണ്ടാണ് അന്തസ്സായിട്ട് മരിക്കുക. അപ്പൊ ഈ അന്തസ് ഈ അവസ്ഥകളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ ഭയങ്കരമായ ഹ്യൂമിലിയേഷൻ ആണ് ആ ഒരു വ്യക്തി അനുഭവിക്കുന്നത്. പിന്നെ പലപ്പോഴും രോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ഈ കിടപ്പ് രോഗിക്ക് ഒരു പക്ഷേ നല്ല ബോധമുണ്ടാവാം, ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അറിയാം, പക്ഷെ അവരുടെ മുമ്പിൽ വന്ന് അല്ലെങ്കിൽ അവർ ഉറക്കമാണ്, അവർക്ക് ബോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അത് ഒരു ചെറിയ വേദനയല്ല. പിന്നെ ഇതൊന്നും അല്ലാതെ ഉള്ള മറ്റ് പ്രശ്നങ്ങളാണ് ഒരു കത്തീറ്റർ ഇട്ട് കിടക്കുന്ന അവസ്ഥ. പലപ്പോഴും ആൾക്കാർ മുറിക്കകത്തേക്ക് വരുമ്പോൾ മുഖത്തേക്ക് ഒന്ന് നോക്കും, അടുത്ത കണ്ണ് അവരുടെ പോകുന്നത് ആ കത്തീറ്ററിലേക്കാണ്. പലപ്പോഴും പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഈ കത്തീറ്റർ ഒന്ന് പെയിന്റ് അടിച്ച് അല്ലെങ്കിൽ കറുത്ത ട്യൂബുള്ള കത്തീറ്റർ ഉണ്ടോ? അപ്പൊ അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് എല്ലാവരും ഇതിലേക്ക് നോക്കുന്നു. അപ്പൊ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പറയും ഇത് ഇങ്ങനെയുള്ള ഇങ്ങനെ അത് കളേർഡ് ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒന്നും അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊന്നും അല്ല. ഈ അവഹേളനവും ഈ ചെറുതാകപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഓരോ ദിവസവും ഇത് എത്ര ദിവസത്തേക്ക് എത്ര നാളത്തേക്ക് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അവിടെ ആ അന്തസ് ആണ് അവര് വില കൊടുക്കേണ്ടി വരുന്നത്. അപ്പോ പാലിയേറ്റീവിന്റെ ഗ്രഹകേന്ദ്രീകൃത പരിചരണം എന്ന് ലക്ഷ്യമിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെ ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, കട്ടിലിൽ തന്നെ കിടപ്പ് രോഗിയായി കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് കിടന്നുകൊണ്ട് അവർക്കൊരു ടീമിന്റെ സേവനം കൊടുത്താൽ, അതൊരു മെഡിക്കൽ സേവനം എന്നുള്ളതിൽ ലിമിറ്റ് ചെയ്യേണ്ടതില്ല. അവിടെ ചിലപ്പോൾ അയൽ വീട്ടിലെ ഒരാളുടെ സന്ദർശനം, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് അറിയാമെന്ന നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ അവര് ചെന്ന് സംസാരിക്കുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന കരുതൽ. അപ്പൊ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഈ അന്തസ്സും ഒരു എംപതിയും ഒരു സ്നേഹവും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗ്രഹകേന്ദ്രീകൃത പരിചരണത്തിന്റെ കമ്പോണൻസ് ആണ്. അവിടെ മാത്രവുമല്ല, പലപ്പോഴും ഒരു ഗുഡ് ലിസണർ ആവുക എന്നുള്ളത്, ഇപ്പൊ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന രോഗികൾ ഇപ്പൊ പലപ്പോഴും ഈ ഹോം ബൗണ്ടും ബെഡ് ബൗണ്ടും ആകുന്നത് ഒരു പക്ഷെ ജന്മനാലുള്ള വൈകല്യങ്ങൾ കൊണ്ട് ജനിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അതില്ലെങ്കിൽ അപകടങ്ങൾ കൊണ്ട്, ഇപ്പം സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ അപ്പൊ ഹെമിപ്ലേജിയ പേഷ്യൻസ്, അപ്പൊ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ഉള്ള കണ്ടീഷൻസിലൊക്കെ കിടപ്പ് രോഗികളായത്. അതില്ലെങ്കിൽ അസുഖം കാരണം, ഒരു പക്ഷെ ആംപ്യൂട്ടേഷൻ കൊണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും ഡയബറ്റിക് കോംപ്ലിക്കേഷൻസിന്റെ റിസൾട്ടായിട്ട്, അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ പേഷ്യന്റ്, ക്രോണിക് ഹാർട്ട് പേഷ്യന്റ്, ക്യാൻസർ പേഷ്യന്റ്, പിന്നെ ഓൾഡ് ഏജ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, കേൾവി പ്രശ്നങ്ങൾ, കാഴ്ച പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറവി രോഗം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. അപ്പൊ ഈ കാറ്റഗറീസ് ഒക്കെയാണ് ഹോം ബൗണ്ടും ബെഡ് ബൗണ്ടും ആവുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവിടെ ഒരു അവരുടെ പല്ല് തേപ്പിക്കുക, അവരെ കിടത്തുന്ന പൊസിഷൻ കറക്റ്റ് ആക്കുക, അവരുടെ സ്കിന്നിന് കെയർ കൊടുക്കുക, അവരുടെ കത്തീറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ സർജറി കഴിഞ്ഞവർക്ക് ട്രക്യോസ്റ്റമി കെയറും കൊളോസ്റ്റമി കെയറും അങ്ങനെയുള്ളതും ഒക്കെ അതിനകത്ത് വരും. പക്ഷെ ഏറ്റവും കൂടുതൽ വേണ്ടത്
ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ആരെങ്കിലും അവർക്ക് കേൾവിക്കാരായി ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടെങ്കിൽ പോലും അവരുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും. അപ്പൊ ഈ അവരുടെ അന്തസ്സിനെ കാത്തു സൂക്ഷിക്കുന്ന, അന്തസ്സായിട്ട് ജീവിക്കണം, അന്തസ്സായിട്ട് പഠിക്കണം, അന്തസ്സായിട്ട് വിവാഹം ചെയ്ത് കൊടുക്കണം, അന്തസ്സായിട്ടുള്ള ഒരു വീട് വെച്ച് ജീവിക്കണം, ജോലി വാങ്ങിക്കണം എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ അന്തസ്സായിട്ട് മരിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുന്നുണ്ടോ? നമ്മളുടെ ജീവിതമാകുന്ന കഥയിലെ ആ സ്ക്രിപ്റ്റിന്റെ അവസാനം നമ്മളുടെ കയ്യിലാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോഴാണ് ഈ ഗ്രഹകേന്ദ്രീകൃത പരിചരണം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ടീമിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇത് ചിലപ്പോൾ നമ്മളുടെ വീട്ടിലും നമ്മൾക്കും വരാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുന്നത്. നമ്മൾ പറയും കൊടുത്താൽ നമുക്ക് കിട്ടും. നമ്മൾ ഒരു കിടപ്പ് രോഗിക്ക് ചിലപ്പോൾ കൊടുക്കുന്ന ഒരു കെയർ, ഒരു സപ്പോർട്ട്, ഒരു ടൈം, അത് നമുക്ക് നമ്മളുടെ കാലത്ത് തിരിച്ചു കിട്ടും എന്നുള്ളത് ഒരു പ്രകൃതിയുടെ നിയമവും കൂടെയാണ്. അപ്പോ ആ രീതിയിലേക്ക് നമ്മളുടെ പരിചരണത്തെ, ഒരു രോഗിയായി കഴിഞ്ഞാൽ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. നരകം പൂർണ്ണമായ ജീവിതമല്ല നിങ്ങൾക്ക് മുമ്പിൽ. നിങ്ങൾക്ക് സാമ്പത്തികമില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള അവസ്ഥയിൽ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മുറിയിൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് ശിഷ്ടകാലം കിടക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കാൻ കുറച്ചു പേരുണ്ട് എന്ന് പറയുന്നിടത്താണ് പാലിയേറ്റീവ് കെയറിന്റെ ഗ്രഹകേന്ദ്രീകൃത പരിചരണം ആരംഭിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മള് ഇവരുടെ ഓരോ വ്യക്തികളുടെയും പ്രശ്നം ഓരോന്നാണ്. അത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗുഡ് ലിസണറായി നിന്നുകൊണ്ട് അവരുടെ അവസ്ഥയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവർക്കുള്ള ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിൽ നമ്മളുടെ പെരുമാറ്റത്തെയും രീതിയെയും നമുക്ക് ഓരോരുത്തർക്കും മാറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രഹകേന്ദ്രീകൃത പരിചരണത്തിന്റെ ഭാഗമാകാൻ ഏതൊരു സാധാരണക്കാരനും പറ്റും. അതിൽ നമ്മൾക്ക് സ്കിൽഡ് ആയിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അവരുടെ കുറച്ചും കൂടെ ആ സ്കില്ലും കൂടെ അവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അല്പവും കൂടെ മെച്ചപ്പെട്ട ഒരു സേവനം കൊടുക്കാൻ പറ്റും. അപ്പോ ഇവിടെ നമ്മൾക്ക് ഈ കഥയിലെ ക്ലൈമാക്സ്, ഒരു വ്യക്തിയുടെ കഥയിലെ ക്ലൈമാക്സ് മറ്റൊരാളുടെ കയ്യിലാകുമ്പോൾ നമ്മൾ കുറിച്ചു വെച്ചിരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം പോവില്ല. വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മളെ ചിലപ്പോൾ നാട്ടുകാരെന്ത് പറയും എന്ന് വിചാരിച്ച് മക്കള് കൊണ്ട് ICU-യിനകത്ത് കൊണ്ടിടും. അവിടെ കിടക്കും 3 മാസം, മരിക്കുന്നത് 3 മാസത്തിന് ശേഷം. പക്ഷെ ആ 3 മാസം രോഗം തിരിച്ച് മാറില്ല, പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരില്ല, ഇനിയും ഒന്നും ചെയ്തിട്ടും കാര്യമില്ല എന്ന തിരിച്ചറിവുള്ള അവസ്ഥയിൽ പോലും അങ്ങനെ കൊടുക്കുന്ന ഒരു കെയർ അല്ല എന്ന് മനസ്സിലാക്കാൻ സമൂഹത്തിൽ നമ്മൾ ഒരു ബോധവൽക്കരണം നടത്തിയെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിയുടെയും അവരവരുടെ കഥയിലെ സ്ക്രിപ്റ്റ് അവരെഴുതി വെച്ചിരിക്കുന്നത് പോലെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റിന്റെ അവസാനം കഥ മാറും. നമ്മള് സിനിമയിലൊക്കെ കഥ പറയുന്ന പോലെ ക്ലൈമാക്സ് ഫ്ലോപ്പ് ആകുമ്പോൾ എല്ലാം ഫ്ലോപ്പ് ആവും, നമ്മുടെ സിറ്റുവേഷനും ഫ്ലോപ്പ് ആവും. അപ്പൊ മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കേണ്ടതല്ല നമ്മളുടെ ജീവിതം എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രഹകേന്ദ്രീകൃത സംവിധാനത്തിന്റെ ഭാഗമാകാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരിക്കൽ കൊടുത്ത ഒരു സ്നേഹവും റെസ്പെക്റ്റും അന്തസ്സും നമുക്ക് അതേ രീതിയിൽ തിരിച്ചു കിട്ടും എന്നുള്ളതും ഒരു പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോ ഈ കൺസെപ്റ്റിൽ ഇനി നമ്മൾ ഹോമിയോപ്പതിയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരിക്കും വരുന്ന ഒരു മാറ്റം, നമ്മളുടെ ഹോമിയോപ്പതി ഇപ്പൊ പാലിയേറ്റീവ് കെയറിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായും നോക്കിയാൽ പരിശോധിച്ചാൽ ഹോമിയോപ്പതിയുടെ ഒരു തത്വശാസ്ത്രവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുകയാണ്. ഒരു ശാരീരിക, വൈകാരിക, മാനസികമായ വ്യക്തിഗത ചികിത്സാ രീതി, ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലാതെ അവിടെ ഓർഗൻസിനെ വിഘടിച്ചുകൊണ്ട് ഓരോ ഓർഗൻസിനെ ട്രീറ്റ് ചെയ്യലല്ല. എന്റെ ഭയം, എന്റെ ഉറക്കക്കുറവ്, എന്റെ ആശങ്ക, അല്ലെങ്കിൽ എന്റെ വേദന, ഞാൻ അനുഭവിക്കുന്നത് ഒരു അസുഖത്തിന്റെ പ്രശ്നമാണെങ്കിൽ ഈ അസുഖവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
ഒരു പക്ഷെ ഡയപ്പർ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എന്റെ മുടി ഒന്നും ചീവി തരാത്തതായിരിക്കും, അല്ലെങ്കിൽ എന്റെ ദേഹത്ത് വന്നിരിക്കുന്ന കൊതുക് എന്നിൽ ഉണ്ടാക്കുന്ന വേദനയായിരിക്കും, ഇല്ലെങ്കിൽ എന്റെ ദേഹത്ത് ഉറുമ്പരിക്കുന്ന ആ ആ തോന്നല്. പലപ്പോഴും ഡയബറ്റിക് വൂണ്ടിലൊക്കെ നമ്മൾ കാണും ചുറ്റുവട്ട ഉറുമ്പാണ്, അല്ലെങ്കിൽ മാഗറ്റ്സ് കാണും. അപ്പൊ ഇങ്ങനെ അവരുടെ മുറിവിനകത്ത് ഉണ്ടാകുന്ന ഈ പുഴു അരിച്ചുണ്ടാകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിലൊക്കെ അവര് അറിയാതെ തന്നെ പെയിൻലെസ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥ, പക്ഷെ ഒഫൻസീവ്നെസ് കൊണ്ട് ട്രേസ് ചെയ്ത് വരുമ്പോൾ വൂണ്ടിന്റെ അകത്ത് ചിലപ്പോൾ പുഴു കാണും. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചെറിയ നോട്ടക്കുറവിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിൽ അത് നമ്മൾ വീട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കുക. എപ്പോഴും ഇപ്പൊ സർക്കാരിന്റെ പാലിയേറ്റീവ് പ്രവർത്തനം സമൂഹത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. വ്യക്തികളും കുടുംബാംഗങ്ങളും തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പില്ലേഴ്സ്. കാരണം എന്നും രോഗിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും കാണുന്നതും രോഗി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരെയാണ്. സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാലിയേറ്റീവ് ടീമിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവര് പോലും പക്ഷെ 2 ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ പോകുന്ന അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയം ആ രോഗിയെ സംബന്ധിച്ച്, ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു രോഗവുമില്ല, പ്രായം തന്നെ കൊണ്ട് കിടപ്പ് രോഗിയായിട്ടുള്ള ഒരാള്, അപ്പൊ ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ ഒരു ടീം ചെല്ലുന്നു എന്നുള്ളത് അവര് നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പൊ ഇവിടെ ഇതിനകത്ത് ഹോമിയോപ്പതിക് അപ്രോച്ചും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് ആ അവസ്ഥയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ആ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഹോമിയോപ്പതിക് ഇന്റഗ്രേഷൻ ഇൻ ടു പാലിയേറ്റീവ് കെയർ, എസ്പെഷ്യലി ഇൻ ഹോം ബൗണ്ട് സ്റ്റേജ്. അവിടെയും നമുക്ക് അവരുടെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ്, ജീവിതത്തിന്റെ ഗതി ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കാൻ, മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് ആക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഹോമിയോപ്പതിക് അപ്രോച്ചിന്റെ. അത് എല്ലാ ഹോളിസ്റ്റിക് ചികിത്സാ രീതിക്കും പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഹോമിയോപ്പതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക് അത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഹോമിയോപ്പതിക് ഇന്റഗ്രേഷന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. അപ്പോ ഇപ്പൊ ഞങ്ങളുടെ ഹോം കെയർ ആദ്യം 2016-17 വർഷമാണ് കേരള സർക്കാർ ആയുഷ് വകുപ്പുകളിൽ പാലിയേറ്റീവ് കെയർ കൊണ്ടുവരുന്നത്. അന്നും പാലിയേറ്റീവ് കെയറിന്റെ ഏറ്റവും വലിയ ആണിക്കല്ലായിട്ട് പറഞ്ഞതും പഠിപ്പിച്ചതും ട്രെയിനിങ് തന്നതും ഈ ഹോം കെയർ പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് വളരെ വിഷമകരമായ അവസ്ഥകൾ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷന്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ പറയുന്ന വാക്കിലായിരിക്കും അവർ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. അവരിൽ പ്രതീക്ഷയില്ലാത്ത രോഗിക്ക് പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്ന നമ്മളുടെ ഒരു അപ്രോച്ച്, അതും ഈ ഗ്രഹകേന്ദ്രീകൃത പരിചരണത്തിന്റെ ഒരു വലിയ പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നമ്മള് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ, ഒരു ബെഡ് ബൗണ്ട് ആയിട്ടുള്ള പേഷ്യന്റിന്റെ വ്യക്തിഗത പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്കുള്ള പ്രശ്നമല്ല മറ്റേ ആൾക്കെന്നുള്ളത് കൊണ്ട് തന്നെ അവരവരുടെ സാഹചര്യങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ രോഗിയെ അവർ കാണുന്നത് എങ്ങനെ എന്നുള്ള കുറെ കാര്യങ്ങളും ഒക്കെ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. നമ്മൾ എന്ന ടീമിന്, നമ്മൾ എന്ന വ്യക്തിക്ക് എന്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ഓരോ വിസിറ്റ് കഴിഞ്ഞിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ ചെന്നാൽ എന്തൊക്കെ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അടുത്ത തവണ എന്തൊക്കെ മാറ്റം നമുക്ക് വരുത്താൻ പറ്റി, അടുത്ത തവണ ഇതിൽ നമുക്ക് എന്തൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും, ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു സംവിധാനം കൂടെയാണ് ഗ്രഹകേന്ദ്രീകൃത പരിചരണം. അപ്പോൾ നമ്മളിലേക്ക് വരാൻ പറ്റാത്ത രോഗികളെ കണ്ടുപിടിച്ച് നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ സംവിധാനം ഒരുക്കുന്നതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോ ഇനിയും ഞാൻ ഞങ്ങളുടെ ഒരു ഹോം കെയറിലെ ഒരു പേഷ്യന്റിന്റെ ഒരു സ്ലൈഡും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു പേഷ്യന്റ് ഇതേപോലെ ബെഡ് ബൗണ്ട് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരുന്നു. ക്രേനിയോ ഫാരൻജിയോമ സർജറി കഴിഞ്ഞു, റിക്കവർ ചെയ്തു.
അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി യാതൊരു രീതിയിലും അവയർനെസ് ഇല്ലാത്ത അവസ്ഥയിൽ കിട്ടിയ ഒരു പേഷ്യന്റ് ആണ്. പക്ഷെ അവിടെ ഹോമിയോപ്പതിക് അപ്രോച്ച് നമ്മളുടെ ഒരു മെഡിസിനും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാറ്റം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഈ സ്ലൈഡ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സാർ, എനിക്ക് ആ ഷെയറിങ് പറ്റുമല്ലോ അല്ലെ? കാണുന്നുണ്ടോ സാറേ? കാണുന്നുണ്ടോ? സാർ, ഇതാണ് ആ കേസ്. ഇതാണ് ഞങ്ങൾ ചെന്നപ്പോ കാണുന്നത്. അവരുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് സൈഡിലുള്ളത്. ലെഫ്റ്റ് ചെറോണിയൽ ക്രേനിയോട്ടമി ആൻഡ് എക്സിഷൻ ഓഫ് ക്രേനിയോഫാരിഞ്ചിയോമ. അവിടെ ഗ്രേഡ് 2 ഹെമിപാരസിസ്. അപ്പൊ ആദ്യം നമ്മൾക്ക് പേഷ്യന്റിന്റെ പാരന്റ്സിന്റെ അടുത്തു നിന്നുള്ള കുറെ ഡേറ്റ മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. വളരെ മിടുക്കിയായിരുന്ന ഒരു കുട്ടിയാണ്. ഇത് അവരുടെ റിപ്പോർട്ടാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രേഡ് 2 ഹെമിപാരസിസ്. അപ്പൊ അത് റെക്കറൻസ് വന്നു, ഇനി സർജറി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലാണ്. ഞങ്ങൾ പോയി 1.5 മാസം കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നു. പക്ഷെ ഇപ്പോഴും കുട്ടിക്ക് അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് പക്ഷെ കുട്ടി സംസാരിക്കുന്നുണ്ട്. അപ്പം ചെറിയതായിട്ട് ഓർമ്മയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ശബ്ദം ഓഡിയോ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ സബ്സിക്വന്റ് വിസിറ്റ്സിൽ കുട്ടി പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചു, പിന്നെ നടക്കുന്നു, പിന്നെ പുതിയ പുതിയ പാട്ടുകൾ പഠിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഈ കുട്ടിയെ. രണ്ടായിരത്തി 2024 15 വയസ്സായപ്പോ SSLC പരീക്ഷ എഴുതി. അപ്പൊ ഈ ഒരു കേസ് ഒരു നമ്മുടെ ഹോമിയോപ്പതിക് ഞാൻ നമ്മുടെ ടോപ്പിക്കിന്റെ ഒരു 2 ആസ്പെക്റ്റില് രണ്ടാമത്തെ ഭാഗത്തിന്റെ പ്രസക്തി കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കേസ്. ഇത് ഹോം ബൗണ്ട് പേഷ്യന്റ് ആയിരുന്നു. ഈ കുട്ടിയെ ഈ സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറും നഴ്സും ഇവര് താമസിക്കുന്നത് വെമ്പായത്തിൽ നിന്നും പിന്നെയും പോകണം. തിരുവനന്തപുരത്ത് നിന്ന് 1 മണിക്കൂർ ട്രാവൽ ചെയ്യണം. നമ്മളുടെ ഈ ഹോം കെയർ സംവിധാനം വന്നതുകൊണ്ടാണ് നമുക്ക് വണ്ടിയിൽ പോകാനും ഈ കുട്ടിയെ കാണാനും കേസ് എടുക്കാനും. കാസിനോസിനാണ് നമ്മൾ കൊടുത്തത്. കാസിനോസിൻ 200 ഒരു പില്ല് ആണ്. കാരണം അഗ്രവേഷൻ ഉണ്ടാകുമോ, അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു കുഞ്ഞ് എന്നിട്ട് നമ്മൾ നാക്കിന്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത് അമ്മയടുത്ത്. എന്നിട്ട് ആ തുപ്പലിന്റെ കൂടെ അത് അലിഞ്ഞിറങ്ങി. എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല. നമ്മൾ പിന്നെ 1 മാസം കാരണം അന്ന് നമുക്ക് 1 മാസത്തിൽ ഒരിക്കലാണ് ഓരോ ഏരിയയിലേക്ക് എത്താൻ പറ്റുക. ഫണ്ടിന്റെ അനുസരിച്ചായിരുന്നു നമ്മളുടെ പോക്ക്. അപ്പൊ നമ്മൾ കണ്ടത് ഈ ഒരു രംഗമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ക്രമേണ വ്യത്യാസം വരുന്നു. പിന്നെ ആദ്യം അച്ഛനെ ആണ് ഐഡന്റിഫൈ ചെയ്തത്. പിന്നെ അമ്മയെ പിന്നീടുള്ള വിസിറ്റ്സിലാണ് പിന്നെ മറവി മാറി, ഓർമ്മ തിരിച്ചു വന്നു, പാട്ടുകൾ മനസ്സിലേക്ക് തിരിച്ചു വന്നു, പുതിയ പാട്ടുകൾ പഠിച്ചു. കഴിഞ്ഞ ഓണത്തിനൊക്കെ പുതിയ പാട്ട് പഠിച്ച് പാടുമായിരുന്നു. ഇപ്പൊ ജനഗണമന ഫുള്ളായിട്ട് പാടി പരീക്ഷ എഴുതി പാസ്സായി. ആ വീട്ടുകാരുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞത് മരണത്തിലേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, 2 മാസം അവര് വിട്ട കേസാണ്. കൺവെൻഷണൽ സിസ്റ്റം ഇനിയും നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വീട്. അച്ഛനൊരു ആശാരിയാണ്. അപ്പൊ അവര് ചെറിയ തുകയ്ക്ക് അച്ഛൻ തന്നെ കിട്ടുന്ന പൈസ വെച്ച് അച്ഛനും അച്ഛന്റെ സുഹൃത്തുക്കളും ഒരു വീട് വെച്ചു. ഈ മോൾക്ക് അസുഖം വരുന്നതിന് മുമ്പ് എപ്പോഴും പറയാം, അച്ഛാ നമുക്കൊരു ചെറിയ വീട്, നമ്മുടെ ഈ കുടില് പോലത്തെ വീട്, നല്ലൊരു വീട് ഇതാ. അങ്ങനെ അവരൊരു വീട് പണിതു. ആ വീട്ടിലാണ് ഇപ്പോ അവര് താമസിക്കുന്നത്. അപ്പൊ തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരു കഥയാണിത്. അപ്പം ഈ സ്ക്രിപ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റിന്റെ പാലിയേറ്റീവ് ടീമിന്റെ ഇടപെടലിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഗതി നല്ല രീതിയിലേക്ക് ആക്കാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും, പാലിയേറ്റീവ് കെയറിന് സാധിക്കും. ഹോം കെയറിന്റെ പ്രസക്തി ഇത് ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീടിനടുത്തുള്ളവര്, നമ്മുടെ കുടുംബത്തിലുള്ളവര്
സ്കൂൾ കുട്ടികൾ ശരിക്കും ഇപ്പൊ ഡ്രഗ്സും നമ്മൾ കുട്ടികളെയും കൂടെ ഇതിലേക്ക് ട്രെയിൻ ചെയ്യണം എന്നുള്ളൊരു പ്രപ്പോസലാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ഡ്രഗ്സും സ്ക്രീൻ ടൈമും ഒക്കെ കുട്ടികളുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതത്തെ തന്നെ, അവരുടെ മെന്റൽ ഇമോഷണൽ ഹെൽത്തിനെ തൊലയ്ക്കുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിലുള്ളപ്പോൾ ഇങ്ങനെയുള്ള തലത്തിൽ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് വോളണ്ടിയേഴ്സ് കുറവാണ്. നമുക്ക് ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്യാൻ, ഒരു വിപുലമായ ഒരു ടീം സമൂഹത്തിൽ നിന്നും പെറുക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതും നമ്മുടെ ഭാവിയിലേക്ക് ഉള്ള നമുക്ക് ഇതിനെ വളർത്താൻ സഹായിക്കുന്ന ഒരു കമ്പോണന്റ് ആണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്ക്, ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഞാൻ എൻ്റെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി ബിന്ദു ഡോക്ടറെ. ഡോക്ടറുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനും അതുപോലെ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. മനോജ് ഡോക്ടറെ ആദ്യമായി ക്ഷണിക്കുകയാണ്. ഒന്നും പറയാനല്ല, കാരണം വെച്ചാല് അത്ര അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് കണ്ടതെന്നുള്ളതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല, ഇത്രയും സാധ്യതയുള്ള ഒരു പ്രസ്ഥാനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ, 4 പേര് അറിയത്തക്ക നിലയിൽ എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. ഇതിനകത്തിപ്പം 48 പേരുണ്ട്. ഈ പ്രതിഭകളെയൊക്കെ നേരിട്ട് കാണാൻ കൂടിയാണ് IFPH 5ാം വാർഷികം ആഘോഷിക്കുന്നത് കൊച്ചിയിലെ താജ് ബാൻഡ. അപ്പം ഇതിനകത്തുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കുക. വേറൊരു ബിന്ദു ഉണ്ട്. ഈ ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെൻഡലം ആടിക്കൊണ്ടിരിക്കുക. ഈ 2 ബിന്ദുക്കളുടെ ഹോമിയോപ്പതി വളരെ വലുത്. ന്യൂറോ ഡെവലപ്മെന്റ് സെന്റർ ബിന്ദു BR, ബിന്ദു ജോൺ. ഇപ്പൊ നമ്മൾ കണ്ടതാണല്ലോ, എവിഡൻസ് ആണ്. അവിടെ അവശയായി കിടക്കുന്ന പറഞ്ഞ യാതൊരു ഗതിയില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇത്രയും കൈപിടിച്ചു കൊണ്ടുവന്ന ഈ മഹത് വ്യക്തികളെ കണ്ടെങ്കിലും നിങ്ങൾക്കെല്ലാം സായുജ്യം അടയണം. എനിക്കത് പറയാനുള്ളൂ. അപാരമാണ്. അതിന് സമർപ്പണം മാത്രമല്ല, ഡോക്ടർ വിതോൽക്കാസ് അക്കാഡമിയിലെ പരിശീലനവും അതുപോലെ സമർപ്പണ ബോധവും ആത്മാർത്ഥ, ഇതൊക്കെ തന്നെയാണ് നേട്ടത്തിന് കാരണം. അലക്സാണ്ടർ ജേക്കബ് സാർ എപ്പോഴും പറയുന്ന ഒരു ശ്ലോകമുണ്ട്, അനായാസേന മരണ ബിനാ ദൈത്യതേ ജീവനം. ഇത് തന്നെയാണ് ദേഹിമേ കൃപയാ ശംഭോ ത്വയി ഭക്തി മാചഞ്ചലം, അനായാസേന മരണം വിനാ ദൈത്യതേ ജീവിതം. ഇതാണ് പാലിയേറ്റീവ് കെയർ മുദ്രാവാക്യമാണ് പറയാനുള്ളത്. എന്തായാലും ബിന്ദുവിനോട് ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത് ഇതല്ല, പാരീസിൽ കോൺഫറൻസിന് പോയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരം കൂടി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ബിന്ദു ഡോക്ടർക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള ഹരിപ്പാട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ രോഗികളുടെ കാര്യം എന്തോ എനിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് ആ ഒരു കാര്യത്തില്. എന്തായാലും രോഗികൾ പ്രാർത്ഥിക്കട്ടെ. വളരെ ഭംഗിയായിട്ട് നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഒരു സെന്ററിനെ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഒരു സെന്ററാക്കി, ശ്രീത്ര പോലൊക്കെ ഉള്ള സെന്ററാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കണം. എല്ലാവരുടെ സപ്പോർട്ട് കൊടുക്കണം. ഇവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വളരെ അഭിനന്ദനങ്ങൾ, വളരെ സന്തോഷം, നന്ദി. താങ്ക് യു സർ. സാറ് പറഞ്ഞ ഒരു പോയിന്റ്, അതായത് വിതോൽക്കർ സാറിന്റെ അവിടെ ഞാൻ അക്കാഡമിയിൽ പോയപ്പോ ആദ്യത്തെ ക്ലാസ്സിൽ സാറിന്റെ ഫസ്റ്റ് ഒരു പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയുടെ ഒരു കേസ് ആയിരുന്നു, ഒരു ലൈവ് കേസ്. ആ കേസ് സാർ എടുത്തിട്ട് സാർ പ്രിസ്ക്രൈബ് ചെയ്ത റെമഡി കാസിനോസിനാണ്. ആ കാസിനോസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാർ ഒരു 50 റെമഡി പഠിപ്പിച്ചു. അതിനെ നെഗേറ്റ് ചെയ്ത് കാസിനോസിനിലേക്ക് എത്തുമ്പോൾ കാസിനോസിൻ എന്താണെന്ന് പേജ് കണക്കിന് എഴുതാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ് കാസിനോസിൻ. ഞാൻ ഒരിക്കൽ അതുകൊണ്ട് കാസിനോസിൻ എന്നുള്ളൊരു ഡ്രഗ്, ഇപ്പൊ മനോജ് സാറിന് അറിയാലോ, അന്ന് നമുക്ക് കാസിനോസിനെ കുറിച്ചുള്ള ലിറ്ററേച്ചർ വളരെ കുറവാണ്. ഇവിടെ ഫൗബിസ്റ്ററിന്റെ ഒരു പുസ്തകവും നമുക്ക് അല്പസ്വല്പം ഒക്കെ അവിടെ ഇവിടെ നിന്നുള്ള ലിറ്ററേച്ചറിന്റെ അപ്പുറമായിട്ടൊരു കാസിനോസിന്റെ എത്രത്തോളം സിംറ്റംസ് അതിലേക്കുണ്ട് എന്നും എങ്ങനെയാണ് ഒരു കാസിനോസിൻ കേസിന്റെ മെന്റൽ ഇമോഷണൽ എന്നൊന്നും നമുക്ക് അന്ന് അറിയില്ല. അപ്പൊ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയാണ് കാസിനോസിൻ എന്നുള്ളൊരു മരുന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് പഠിപ്പിച്ചപ്പോ ഞാൻ ഈ കേസിൽ ഒരു അത് എനിക്ക് ഭയങ്കര ഒരു ചാരിതാർത്ഥ്യം തോന്നിയ ഒരു കാര്യവും അത് തന്നെയാണ്. നമുക്ക് അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മിറാക്കിൾ, നമ്മൾ ഒരു പില്ലാണ്, നമ്മുടെ സർക്കാർ ഇതിന്റെ അകത്തുനിന്ന് എടുത്ത ഒരു മരുന്നിന്റെ ഒരു പില്ല് ആണ് ആ ചേഞ്ച് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതിലൊരു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. അതെ, ഇത് കേട്ടപ്പോ ഒരു കാര്യം തോന്നുന്നത്, രാമായണത്തിന്റെ വരിയുണ്ട്, രാമൻ എഴുന്നള്ളുന്ന സമയത്ത് ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നിടുന്നു. അപ്പൊ നിങ്ങൾ എനിക്ക് പറയാനുള്ളതാണ്, ആ സിംഗിൾ പെല്ലറ്റ് പലരും ചോദിക്കും, തിയറിയാണ് പ്രാക്ടീസ് അല്ല, അത് ഹനുമാന്റെ കാലത്താണ്. എന്തിന് വളരെ ഹയർ ലെവലിൽ ഒരു വലിയൊരാൾ അടുത്തിടയ്ക്ക് പറയും, സത്യം പറഞ്ഞ തൊലി പൊളിഞ്ഞു. ഇദ്ദേഹം പറയാണ്
ഹനുമാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഓർഗനോണൊക്കെ തിരുത്തി എഴുതിയേന. ഈ പറയുന്നൊന്നും അല്ലായിരുന്നു. ഇവർക്ക് ബേസിക് പ്രോബ്ലം എന്ന് വെച്ചാൽ വായന കുറവാണ്. നമ്മളാരും കുറ്റം പറയല്ല. അതുകൊണ്ട് വായിക്കുക, പഠിക്കുക, പിന്തുടരുക, ഇത് മാത്രമേ പറയാനുള്ളൂ. നന്ദി. നന്ദി മനോജ് ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ അഭിപ്രായം പറയാനുണ്ടെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യണേ. ഡോക്ടർ ആ ഒരു ഡോസ് മരുന്ന് പിന്നീട് കൊടുത്തിട്ടേ ഇല്ലേ? പിന്നീട് 1M കൊടുത്തു. അപ്പൊ ആ ഒരു ഡോസ് നമ്മൾ ഏകദേശം 1 വർഷത്തേക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു പൊടി പ്ലാസിബോ നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഒരു പൊടിയായിട്ട് കൊടുത്തു. പിന്നീട് ഈ പേഷ്യന്റിന് സീഷേഴ്സ് വരുമായിരുന്നു. പിന്നെ സീഷേഴ്സ് വരാൻ തുടങ്ങി. അത് സീഷേഴ്സ് മാറിയിരുന്ന സീഷർ വരാൻ തുടങ്ങിയപ്പോ അത്രയും കാലം 200 ആക്ഷൻ കിട്ടിയത് കൊണ്ട് നമ്മൾ പിന്നെ അടുത്തത് 1M ആണ് കൊടുത്തത്. ആ 1M പിന്നെ ഇപ്പൊ മാഡത്തിന് ഇത് നോക്കുമ്പോ 2017 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. 2021 കഴിഞ്ഞ് അപ്പോഴാണ് ഒരു മേജർ ചേഞ്ച് വന്നത്. പിന്നെ ഇപ്പൊ വരെ ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പോയി. നമ്മൾ കൃത്യമായി ഇപ്പോഴും ഫോളോ, കാരണം അവര് ഹോമിയോപ്പതി കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ 1M കൊടുത്തു. ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോഴും 1M തന്നെ. ഓക്കെ, അപ്പൊ അവിടെ ഒരു കാര്യമുള്ളത്, ഈ എന്താണ് ഈ മെഡിസിന്റെ ആക്ഷന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷന്റെ ബേസ് എന്താണെന്നുള്ളത്. എനിക്ക് അഫോർസ് 138 പറഞ്ഞിട്ടുള്ള പ്രൂവിങ്ങിൽ കിട്ടുന്നതാണ് ആവറേജ് ഡ്യൂറേഷൻ. ഒരു മെഡിസിൻ കൊടുത്തിട്ട് എത്ര ദിവസമായി? ഇപ്പൊ ഹനുമാൻ തന്നെ പറയുന്നത് ഏതോ ഫുട്നോട്ടത്തുണ്ട്, സെപ്പി ആക്ടഡ് 100 days എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ 60 days ആണ് കരുതുന്നത്. അപ്പം പേഷ്യന്റിൽ വരുമ്പോഴത്തേക്ക് ഇത് വ്യത്യാസമാകും. അതുകൊണ്ട് തന്നെ ഈ 12 ഒബ്സർവേഷന്റെ ബേസ് തന്നെ ആയിരിക്കണം സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതെ അതെ, പേഷ്യന്റ് കാരണം ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം ഇതൊരു ഓൾറെഡി ഒരു ആക്റ്റീവ് കേസ് ആണ്. അപ്പൊ കാസ്നോസിൻ കൊടുക്കാമോ എന്നുള്ള ഒരു ആദ്യത്തെ സംശയം വന്നു. കാസ്നോസിൻ നമ്മളെപ്പോഴും ഒരു പക്ഷേ കൊടുത്താൽ പേഷ്യന്റിന് താങ്ങാൻ പറ്റില്ല എന്നുള്ള. പക്ഷെ വീണ്ടും നോക്കി കേസ് റീവർക്ക് ചെയ്തു. കാസ്നോസിൻ അല്ലാതെ ഒരു മരുന്ന് തെളിയുന്നില്ല. അതുകൊണ്ട് ആ ഉറപ്പുമേലാണ് കാസ്നോസിൻ കൊടുത്തത്. അപ്പൊ അതും ഒരു പഠന നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ പേഷ്യന്റ് ഈ അവസ്ഥയിൽ ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുന്നു, ഹൈഡ്രോസെഫാലസിന്റെ ഫ്ലൂയിഡ് കൂടി വരുന്നു, ഷണ്ട് ബ്ലോക്കായി, അവർക്കൊന്നും ചെയ്യാനില്ല, സീഷേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ നമുക്ക് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ കാസ്നോസിൻ മിറാക്കുലസ് ആയിട്ട് ആക്ട് ചെയ്തതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. ഇപ്പോൾ നമ്മൾ ആ കാസ്നോസിൻ സെലക്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ വളരെ പക്വത, ഈ കേസ് ഞങ്ങൾ പാരന്റ്സിന്റെ അടുത്തു നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഈ വളരെ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്, ക്ലാസ് ഫസ്റ്റ് ആണ്, പാട്ട്, ഒരുപാട് മുടിയൊക്കെ ഉള്ളൊരു സുന്ദരിയായിരുന്നു. ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്നതിന്റെ ഫസ്റ്റ് ഡേ എടുത്ത ഒരു അനിയത്തിനെ കൂടെ നിർത്തുന്ന ഒരു ഫോട്ടോ അവരുടെ ഇതിലുണ്ട്. ഒരുപാട് മുടി, നല്ല തിക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹെയറും ഒക്കെ. പക്ഷെ തലവേദന പറയും ഇടയ്ക്കിടയ്ക്ക്. അത് കാര്യമാക്കൂല, കണ്ണിന്റെ പ്രശ്നമാണ്, കണ്ണാടി വെച്ചു. ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ ഫെയിന്റ് ചെയ്തു, സീഷർ വന്നു, ഫെയിന്റ് ചെയ്തു. അങ്ങനെയാണ് ആശുപത്രി കൊണ്ടുപോയി അവിടെ ഇത് കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പൊ ഈ കേസ് എടുത്തപ്പോ ഈ അമ്മ പറഞ്ഞു, ഈ ഇവളാണ് അനിയത്തിനെ വളർത്തിയത്. അമ്മ ഈ തൊഴിലുറപ്പ് ചെറിയ ജോലികൾക്കൊക്കെ പോകും, ചെറിയ കടയിലൊക്കെ പോകും. അച്ഛൻ ഇങ്ങനത്തെ ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കയ്യാളായിട്ട് പോകും. അപ്പം ഈ 1.5 വയസ്സ് ഇളയ ആ അനിയത്തിനെ ഇവളാണ് വളർത്തിയത്. ഇപ്പോഴും ഈ വയ്യാതെ കിടക്കുമ്പോ പുതപ്പിച്ച് കിടക്കും എന്ന് വെച്ചാൽ ഈ അനിയത്തിയുടെ എല്ലാ കാര്യങ്ങളും പ്രായത്തിനപ്പുറമായിട്ടുള്ള പക്വതയോടുകൂടി നോക്കുക. പിന്നെ ഭയങ്കരമായ ടാലന്റ്, പിന്നെ ഭയങ്കരമായ സ്നേഹം, ഭയങ്കരമായ എല്ലാത്തിനോടും മറ്റുള്ളവരിൽ നിന്നും ആ ഒരു സൗന്ദര്യം, ഇതെല്ലാം വെച്ചിട്ട് പിന്നെ ഈ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പെത്തോളജിയുടെ ഒരു എവല്യൂഷൻ, ഇതിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് കാസ്നോസിൻ സെലക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ടോട്ടാലിറ്റി തന്നെയാണ് അവിടെ, ഒരു എസൻസും കൂടെ കൺസിഡർ ചെയ്തു എന്നുള്ളത്. ഇവിടെ ഓർഗനോണിന്റെ നമുക്ക് ശരിക്കും നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ പ്രിസ്ക്രിപ്ഷന്റെ രീതി എന്താണ്,
ഡോസിന്റെ സെലക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, റെപ്പറ്റീഷൻ, വേറെ നമ്മൾ ഒരു രീതിയിലും ഇന്റർഫിയറൻസ് വരാതെ ഇങ്ങനെ കേസിൽ പോലും നമുക്ക് അതിന്റെ കോഴ്സ് മോഡിഫൈ ചെയ്യാൻ ആ കറക്റ്റ് റെമഡിക്ക് സാധിക്കും. ഇത്രയും കാലം ഇപ്പൊ അവര് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞപ്പോ എന്തൊരു സന്തോഷം, അവരുടെ ജീവിതത്തിൽ അവര് വിചാരിച്ചില്ല ആ മോള് വീണ്ടും പരീക്ഷ എഴുതുമ്പോ. അപ്പൊ അവര് ഇപ്പം ഞങ്ങൾ ചെല്ലുമ്പോ നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടായിരിക്കുന്നത്, കൊലുസൊക്കെ ഇട്ട് അങ്ങനെ സംസാരിക്കും, നല്ല രീതിയിൽ പാട്ട് പാടും. കഴിഞ്ഞ ദിവസവും പാട്ടൊക്കെ പാടി. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അക്യൂട്ട്സ് വരുമ്പോ ചിലപ്പോ ഇപ്പൊ നമ്മൾ അക്യൂട്ട്സും പക്ഷെ വലിയ അക്യൂട്ട്സിലേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ല. ബെല്ല് ഇപ്പൊ ഞങ്ങളിത് കയ്യിൽ കൊടുത്തിട്ടുണ്ട്, ബെല്ല്, റെസ്റ്റോക്സ്, ജെൽസീമിയ ഒക്കെ. അപ്പൊ വിളിച്ച് ചോദിക്കുമ്പോ ഇത്രയും ദൂരെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഡോക്ടറിനെ കണ്ട് ഞങ്ങളെ വിളിക്കാൻ പറയും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരുപാട് അക്യൂട്ട്സ് ഒന്നും വന്നിട്ടില്ല. അല്ല, ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം ആഡ് ചെയ്യണം. അത് ലത്തീഫ് സാർ എപ്പോഴും ഈ പേഷ്യന്റിനെ നോക്കിയിട്ട് സൈഡിൽ ഒരു കോളത്തിൽ ഇങ്ങനെ എഴുതിയിടും. ഒരു പേഷ്യന്റ് ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഈ പറഞ്ഞ ഡ്രഗ് റിലേഷൻ നോക്കിയിട്ട് ഏതൊക്കെ മരുന്ന് വരാന്നുള്ള സാർ എപ്പോഴും എഴുതിയിടുമായിരുന്നു. അപ്പൊ നമുക്ക് പേഷ്യന്റ് രണ്ടാമത് വരുമ്പോ അത് നോക്കിയിട്ട് മെഡിസിൻ കൊടുക്കാൻ പറ്റും. എന്തിന് ഓർമ്മ ഉണ്ടാവും ലത്തീഫ് സാറിന്റെ. അതെ 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 സാറ് മരിച്ച് വർഷം മൂന്ന് വർഷം ആവും തോന്നി. ഇപ്പോഴാ അത് ഓർമ്മയുണ്ട് സാറിന്റെ ആ ഒരു അതെ അതെ അറിവ്. അതെ ആ ഒരു ഇൻഡിക്കേറ്റഡ് റെമഡി പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തത് തെളിഞ്ഞു വരും എന്നുള്ളത് സാർ എപ്പോഴും പറയും. അതെ. നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ അമ്മ പറയും, ഇപ്പൊ ഇവൾ ഇങ്ങനെ കഴിക്കുന്നത് കണ്ണ് കിട്ടാതിരിക്കാൻ ഞാൻ കുടുംബക്കാര് വരുമ്പോ കുറച്ചേ കുറച്ചേ പറയും. 2 മുട്ടയൊക്കെ രാവിലെ കഴിക്കും. പക്ഷെ ഞാൻ പറയും, അമ്മ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാ, നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അനിയത്തി വരുന്നത് നോക്കിയിരിക്കുന്ന രംഗമായിരുന്നു ഞങ്ങൾ കണ്ടത്. അനിയത്തി വന്ന അനിയത്തി പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയും, നീ ഇരുന്ന് പഠിക്കും, ഇപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ നീ പഠിക്കും, നീ നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിന്നെ അമ്മ അച്ഛനെ നോക്കാൻ. ഇപ്പോഴും അങ്ങനെ പറയും. ആ കാസിനോസിന്റെ എലമെന്റ് പോയിട്ടില്ല. അതെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിനകത്ത് ഡോക്ടർ സുമന പാണ്ഡെയാണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് സെഷനിൽ കാസിനോസിൻ ട്യൂബർക്കുലോട്ട് കമ്പയർ ചെയ്തായിരുന്നു. അത് നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് പറഞ്ഞത്, കുറച്ചുകൂടെ കൺസിഡറേഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ അതെ ആയിട്ടുള്ള ഒരു മെഡിസിൻ അതെ ട്യൂബർക്കുലം. പക്ഷെ അത്രത്തോളം കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല എന്നാണ് അവർ പറഞ്ഞത്. അതെ കുറച്ചുകൂടെ മലീഷ്യസ് ട്രേറ്റ് ആ, ആണ് ട്യൂബർക്കുലിന്. കാസിനോസിന് അവരുടെ അപാരമായ എലിവേറ്റഡ് സിമ്പതി ആൻഡ് കൺസിഡറേഷൻ ഫോർ അതേഴ്സ്. അതാണ് ഈ അനിയത്തിനെ പക്ഷെ ഇത്രയും വയസ്സ് മാത്രം വ്യത്യാസം ഉണ്ടായിട്ട് അവിടെ ഒരു ജലസി അല്ല, ഭയങ്കര കരുതലായിരുന്നു. നോർമലി ഉണ്ടാകുന്ന ഒരു സിബ്ലിംഗ് റൈവലറിയുടെ ഓപ്പോസിറ്റ് ആണ്. അതും ഇല്ല, ഒരു നോർമലി നമ്മൾ കാണാത്ത ഒരു കരുതൽ. അമ്മ അതാ പറഞ്ഞ, ഇവളാണ് വളർത്തിയത്, ഇവളാണ് അമ്മയായത് അവൾക്ക് വേണ്ടി. അല്ല, ബിന്ദു ഇപ്പൊ നേരത്തെ പറഞ്ഞത്, അതായത് ഈ പാലിയേറ്റീവ് കെയറിന് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഹൈസ്കൂളിലെ കുട്ടികളെ തൊട്ട് ഞാൻ നമ്മുടെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ടത്, ഓരോ സ്കൂളിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ട് അവരെ തന്നെ കൊണ്ടുപോവുക. അപ്പൊ ഈ അതെ യഥാർത്ഥ ലോകം എന്താണ്, സാധാരണക്കാരന്റെ ജീവിതം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം അവന് മെഡിക്കൽ വിദ്യാർത്ഥിയാകാൻ. എന്നാലേ ഭാവിക്ക് ഗുണം ചെയ്യുള്ളൂ. അതുമല്ല, കൊച്ചുകുട്ടികൾ അല്ലെ നമ്മുടെ സ്കൂൾ കോളേജ് ആ പ്രായത്തിലുള്ളവർക്ക് ഇവരുടെ ഓരോ വീട്ടിലേക്കുമുള്ള ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. കാരണം അവരുടെ ബ്രെയിൻ ഒരു ഇപ്പൊ ഞങ്ങള് തന്നെ ഇതേപോലെ ക്ലാസ് എടുത്തപ്പോ ഒരു കുട്ടി ഒരു കഥ, ഒരു വീട്ടിലെ സിറ്റുവേഷൻ പറഞ്ഞു. ഈ അപ്പച്ചന് സമയം പോകുന്നില്ല, അപ്പച്ചൻ ഇങ്ങനെ നോക്കിക്കിടക്കും. അപ്പൊ ഒരു പയ്യൻ അപ്പൊ തന്നെ ഒരു റേഡിയോ വാങ്ങിച്ചു കൊടുത്ത് ഡോക്ടറെ, അപ്പൊ ശരിയാവും. അപ്പൊ ഞങ്ങൾ ആ പിറ്റേ തവണ വീട്ടിൽ ചെന്നപ്പോ ഞങ്ങൾ പറഞ്ഞു റേഡിയോ വാങ്ങിച്ചു കൊടുക്കണം. ആ അപ്പച്ചൻ റേഡിയോ കേട്ടിപ്പോ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ല, അതുപോലെ IFPH കാണുന്ന ഇത്തിരി സീനിയർ ആയ ഡോക്ടർമാർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് പേര് പറയാറുണ്ട്. അവരുടെ ജീവിതത്തെ തന്നെ മാറ്റി മറിച്ചു എന്നുള്ളതാണ്. അറിയാം ഡോക്ടറെ കമന്റ് കേട്ടാ കൊള്ളാം. ആരായിരുന്നു? അല്ല, ഈ IFPH ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഇപ്പൊ റേഡിയോയുടെ ആരും ബിന്ദു ഡോക്ടർ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ടൊരു ഒരു ദിനചര്യ ഷെഡ്യൂൾ ചെയ്യാൻ IFPH പോലുള്ള പ്രസ്ഥാനം എനിക്ക് ഡോക്ടർമാരിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഓരോ ടോപ്പിക്സും വളരെ വളരെ ഡിഫറെന്റ് ആണ്. അത് വീഡിയോ ആക്കി അത് വെക്കുന്നതും ഒത്തിരി ഗുണമാണ്. കാരണം പിന്നെ എപ്പോ വേണേലും അത് ആക്സസ് ചെയ്യാം. ഒത്തിരി വ്യത്യസ്തങ്ങളായ സാർ അതിന്റെ സ്ക്രീൻഷോട്ട്സ് ഇടുമ്പോൾ ആണ് അതിന്റെ ഇത്രയും വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളും വ്യക്തികളും അവരുടെ അനുഭവങ്ങളും
ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വളരെ 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 പ്രത്യേകതയാണ്. അതായത് IFPHന്റെ മുമ്പും IFPHന് ശേഷം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ അത് വലിയൊരു വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മള് പഠിച്ചു കാര്യങ്ങൾ ശരി, പക്ഷെ എങ്കിലും അതിനെ എല്ലാം ഒന്ന് ഉണർത്താനും കൂടുതൽ അനുഭവങ്ങളിലേക്ക് വരുവാനും ഒക്കെ IFPH വന്നതിന് ശേഷം സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇതുണ്ടല്ലോ, വ്യൂവേഴ്സിന് 7200 ആയിട്ട് ഓരോ ദിവസം 10 വെച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കയറി എഴുതുകയാണ്. കാരണം നല്ല നിലവാരമുള്ള പരിപാടികൾ നടന്നു, ഓരോ ദിവസമുള്ള പരിപാടികൾ. പക്ഷെ ഇത് പ്രശ്നം നമുക്ക് തന്നെ നമ്മുടെ ബ്രെയിനിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് വളരെ ഡോക്ടർ ബിന്ദുരാജ് തീർച്ചയായിട്ടും അഭിപ്രായം പറയാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയ, കാരണം ഇതിന്റെ അഡ്മിറേഷൻ ഉള്ള ആളായിരിക്കും ക്ലാസിക്കൽ ഹോമിയോ. ഡോക്ടർ ബിന്ദുരാജ്. തീർച്ചയായിട്ടും ഞാനിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഡോക്ടർ അത് പ്രസന്റ് ചെയ്ത രീതി, അത് സുഖമില്ലാതിരിക്കുന്ന ഒരാൾക്ക് യൂറിൻ കത്തീറ്ററിൽ ഒന്ന് കറുപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. വളരെ സത്യമാണ്. അപ്പം നമുക്ക് ഓരോരുത്തരും ആ ഒരു പേഷ്യൻ്റെ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ ആ എമ്പതി നമ്മൾ കാക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് ആത്മാഭിമാനമുണ്ട്. അപ്പം അത് എത്രത്തോളമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ കിടപ്പ് രോഗികളെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഡോക്ടർ വളരെ നന്നായി പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കുന്ന എല്ലാ പേഷ്യൻസിനും അതിൻ്റെ ഒരു വലിയ സൗഭാഗ്യം കിട്ടുകയും ചെയ്യും. ഡോക്ടർ മനോജ് പറഞ്ഞ പോലെ കാണുന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ പുണ്യമായിട്ട് കരുതുന്നു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ കൂടുതൽ കാസിനോസിനെ പറ്റി അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഒരു വെൽ ബിഹേവ്ഡ് ആയിട്ട് ഒരു നല്ല ഇമേജ് എപ്പോഴും സ്കൂളിലും ചുറ്റുപാടും കീപ്പ് ചെയ്യുന്ന ആൾക്കാരും കുട്ടികളും ഒക്കെ കാസിനോസിനാകുന്നു എന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലേ ഡോക്ടർ? ഡോക്ടർക്ക് കുറച്ചും കൂടെ കൂടുതൽ പറയാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. വളരെ പെർഫെക്റ്റ്, അവര് വളരെ പെർഫെക്ഷനിസ്റ്റ് ആണ്, വളരെ പ്രോപ്പർ ആൻഡ് പ്രിം ആൻഡ് പ്രോപ്പർ. ഏറ്റവും ഈ ടീച്ചേഴ്സ് എക്സാമ്പിൾ പറയും, കണ്ടോ വെൽ ബിഹേവ്ഡ്, ആ ക്ലാസിന്റെ മാതൃക. പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റും, അത് ശരിക്കും ഒരു എവല്യൂഷൻ പോലെ. അത് അവരുടെ ഹെൽത്തി സ്റ്റേജില് ആ കാസിനോസിൻ എന്നുള്ള എലമെന്റ്. പക്ഷെ അവരിലെ ഒരു പത്തോളജി വരുമ്പോ ഈ മോൾക്ക് കണ്ടതുപോലെ പെട്ടെന്നാണ് അവർക്കൊരു ക്യാൻസറിന്റെ അല്ലെങ്കിൽ ഒരു ഡീപ്പർ പത്തോളജി ഇവോൾവ് ചെയ്യുന്നത്. ആ സൗന്ദര്യത്തിന്റെ കാര്യത്തിലും പെരുമാറ്റത്തിന്റെ കാര്യത്തിലും കരുതലിന്റെ കാര്യത്തിലും ഒക്കെ ഒരു പെർഫെക്ഷന്റെ അങ്ങേയറ്റമാണ് കാസിനോസ്. അതുപോലെ ഇങ്ങനെയുള്ള ഒരു ഡിറ്റർമിനൽ ആയിട്ടുള്ള പല അസുഖങ്ങളിലും ഈ അമിതമായ അടുക്കുഞ്ഞിട്ടയും അമിതമായ അച്ചടക്കവും കാണാറുണ്ട്. പലപ്പോഴും സന്യാസികൾ ഇപ്പോൾ പലതരത്തിലും നമ്മൾ ജീവിതത്തിനെ ഒരു തരത്തിൽ വളരെയധികം അച്ചടക്കത്തോടെയും ചിട്ടയോടെയും കൃത്യമായും കണിശമായിട്ടും കൊണ്ടുപോവുകയും അതുപോലെ തന്നെ വീടൊക്കെ വളരെ വളരെ ഇതായിട്ട് കീപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ പലപ്പോഴും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പതോളജികൾ സംഭവിക്കുന്നതായിട്ടും കാണാറുണ്ട്. അത് ഡോക്ടർ ഒബ്സർവ് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. അതെ അതെ, ഉണ്ട്. അത് പ്രൊഫസർ ക്ലാസ് എടുക്കുമ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ക്യാൻസർ ഇങ്ങനെ ഈ നമ്മളുടെ കയ്യിൽ നിൽക്കാതെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കാണിക്കുന്നത്. അപ്പൊ ഈ ഓവർ കൺട്രോള് പിന്നീട് ഒരു ലെവല് കഴിയുമ്പോൾ അത് വിട്ടു പോകുമ്പോൾ അതേ വെലോസിറ്റിയിൽ പോയിട്ട് പ്രോളിഫറേറ്റഡ് ആയിട്ട് പോകുന്നു. അപ്പൊ അതാണ് പിന്നെ ക്യാൻസറസ് ആയിട്ടുള്ള സെൽ ഡിവിഷനിലേക്ക് പോകുന്നത്. അപ്പൊ ആ അമിതമായ ഫെസ്റ്റീഡിയസ്നെസ്, അമിതമായ അച്ചടക്കം, റിഫൈൻഡ് പേഴ്സണാലിറ്റീസ് എന്നാണ് ഈ കാസിനോസിൻ. അപ്പൊ ഒരിക്കലും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ആനിമൽ ഇൻസ്റ്റിങ്റ്റോട് കൂടിയുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന് റിഫൈൻമെന്റ് വന്നാൽ അതൊരു കൺട്രോളാണ്. ആ കൺട്രോള് പോകുമ്പോൾ ആണ് ഈ പെത്തോളജി വരുന്നത്. അഥവാ പെത്തോളജിയിലേക്ക് പോകാൻ ഉള്ള സാധ്യതയുള്ളവർക്ക് അതിന്റെ പ്രീ മോണിറ്ററി ആയിട്ട് ഈ അമിതമായ കൺട്രോൾ വരുന്നതായിട്ട് കാണാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഇപ്പൊ ബിന്ദു ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റ്, സജിമോൻ ഡോക്ടറിനെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റലൈസ് ഒരു വ്യക്തിയാണ് ഈ പറയുന്നത്. അതായത് സിന്തറ്റിക് റെപ്പർട്ടറി, അതിനകത്ത് ഇങ്ങനെ കുറെ റൂബ്രിക് ഉണ്ട്. അപ്പൊ സജിമോൻ ഡോക്ടർ ആ ഒരു ആംഗിൾ വെച്ചിട്ടാണ് ഈ ക്യാൻസർ ഗ്രോത്തിനെ മറ്റു കാര്യങ്ങളെയും വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. പുള്ളിക്ക് ഇപ്പം നമ്മുടെ കുറിച്ചിയിൽ സ്പെഷ്യൽ OP ഉണ്ട്, 40 പേഷ്യന്റ് ദിവസമുണ്ട്. അപ്പൊ പക്ഷെ അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നോ വെച്ചാൽ പോരാ. കാരണം എപ്പോഴും അസിസ്റ്റന്റുമാരെ വേണം, ഹൗസ് സർജൻസ് PGക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മാൻ പവർ പ്രധാന ഘടകമാണല്ലോ. ഇപ്പൊ നമ്മുടെ ഈ തന്നെ ഇവരുടെയൊക്കെ ഈ സ്പെഷ്യൽ OPകളിലൊക്കെ തന്നെ DNB പോലുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൗസ് സർജൻ ഉണ്ടെങ്കിൽ അവർ ഭാവിക്ക് വലിയ അസറ്റായിട്ട് മാറും. പക്ഷെ ഇപ്പൊ എന്താണ്, നേട് മാത്രമേ ഉള്ളൂ. അവിടെയാണ് കുഴപ്പം. ഇനി ആർക്കെങ്കിലും
ഡോക്ടറോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. നമ്മുടെ കിരൺ ചന്ദ് ഉണ്ടല്ലോ, കിരൺ ചന്ദിനെ പോലെ ആൾക്കാരെ കൊണ്ടാണ് ഇത് കൂടുതൽ പ്രോപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഡോക്ടർ എന്ന ലേബൽ ഇല്ലാത്തപ്പോഴത്തേക്ക് കുറവ് എളുപ്പമായിരിക്കും. കിരൺ ചന്ദ് ഞാൻ സെക്രട്ടറിയാണ് ഡോക്ടർ മിസ്റ്റർ കിരൺ ചന്ദ്. ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യാൻ കൊടുക്കാം. ആ ആ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. ഞാൻ കേൾക്കായിരുന്നു സാർ. അതിന്റെ ഇന്റഗ്രേഷന്റെ ഭാഗമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. മാഡം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. എമ്പതി ഇപ്പോഴത്തെ മെഡിക്കൽ സ്റ്റുഡൻസെ എമ്പതിയോടുകൂടി പേഷ്യൻസിനെ സമീപിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് തിരുത്താൻ ഇത്തരം സ്ഥലങ്ങളിലുള്ള അവരുടെ വിസിറ്റ് സഹായിക്കും. അവരുടെ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗം പാലിയേറ്റീവ് കെയർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എല്ലാ സിസ്റ്റത്തിലും വേണം. എല്ലാ സിസ്റ്റത്തിലും വരികയാണെങ്കിൽ അതിൻ്റെതായ മാറ്റം ഇപ്പോൾ നമ്മൾ ഈ ആശുപത്രി ആക്രമണങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ കുറെ മാറ്റം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം സാനി സാറിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോഴും ഇതാണ് ശ്രദ്ധിച്ചത്. ഈ കമ്മ്യൂണിക്കേഷനും ഒബ്സർവേഷനും ഇത് രണ്ടും ഡോക്ടർമാർക്ക് പ്രധാനമാണ്. ഇത് രണ്ടും ഇല്ലാതാവുമ്പോഴാണ് അടി ഉണ്ടാകുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പരിശീലന പദ്ധതികൾ തീർച്ചയായും പ്രയോജനപ്പെടും. ഓക്കെ കിരൺ ചന്ദ്, അപ്പൊ ഒരു കാര്യം ചെയ്യാമോ? താങ്കൾക്ക് ഒരുപാട് രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നിയമസഭാ സാമാജികർക്കായിട്ട് ഇവരുടെ ഒരു സെഷൻ ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യരംഗം ആകെ മാറും. ഒരൊറ്റ ചോദ്യം അത് പറഞ്ഞതല്ല, അതോടുകൂടി സംഭവം തീരും. പിന്നെ എല്ലാവരും കണ്ണീരും കൈയുമായിട്ട് ഹോമിയോപ്പതിയുടെ പുറകെ വരും. അപ്പൊ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, ഓക്കെ, അടുത്ത അസംബ്ലി സെഷൻ നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ഏതെങ്കിലും ഒരു ദിവസം വെക്കുകയാണ് നല്ലത്. ആരോഗ്യമന്ത്രിക്ക് ആവശ്യമാണത്. അതെല്ലാം MLA-മാരിൽ നിന്ന് റെപ്രസെന്റേഷൻ വല്ലതും കൊടുത്ത് നിയമസഭ സെക്രട്ടറി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഞാനത് ശ്രമിച്ചതാണ്. പക്ഷെ പല ഭാഗത്തും പ്രോപ്പർ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് പൊളിഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും വിട്ടിട്ടില്ല. ശ്രമിക്കാം. അതുപോലെ നമുക്ക് നാളത്തെ ദിവസത്തെ കുറിച്ചും പ്രത്യേകം ഒന്ന് ഓർപ്പിക്കുകയാണ്. നാളെ IFPHന്റെ 1803 ദിനത്തില് യുവജന വേദിയാണ് നടക്കുന്നത്. നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടിയാണുള്ളത്. അതിൽ നമുക്ക് കോഴിക്കോട് നിന്നും, നേമം കോളേജിൽ നിന്നും, തിരുവനന്തപുരം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാവരും നാളെയും ഈ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതിനകത്ത് ചർച്ച ഉദ്ദേശിക്കുന്നത്, അതായത് അവരുടെ പ്രതീക്ഷ എന്താണ്, എന്തെങ്കിലും ഇതുള്ള പ്രതിബന്ധങ്ങൾ അവർ കാണുന്നുണ്ടോ, അവരുടെ സൊല്യൂഷൻസ് എന്തുണ്ട് എന്ന് നമ്മൾ കേൾക്കുകയും നമ്മളാലാവുന്ന ഹെൽപ്പ് അവരെ മോറലി ആൻഡ് അതർവൈസ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ആ ഒരു ഇതാണ് ശരിക്കും. ഇപ്പോൾ ഹോമിയോപ്പതിയിൽ ഒരുപാട് പാലങ്ങൾ ഇനിയും പണിയാനുണ്ട്. രോഗികളും ഡോക്ടർമാരോട് കണക്ഷൻ ഇല്ല, കോളേജും ഡോക്ടർമാരുടെ കണക്ഷൻ ഇല്ല. ഇതാകെ ഒരു ടോട്ടലി ഒരു ഡിസോറിയന്റേഷൻ ആണ്. ഡിസോറിയന്റേഷൻ ടൈം ആൻഡ് സ്പേസ്. അപ്പൊ അതിനെ വീണ്ടും ഒന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മെഡിക്കൽ കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുന്നതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് രോഗീ സംഗമം അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അകത്തോട് കയറിക്കുമ്പോൾ തന്നെ അവിടെ ഗേറ്റിന്റെ അവിടെ തന്നെ മിക്ക ദിവസം ബാനറുകളാണ്. ഡിപ്പാർട്ട്മെന്റ് ഇന്ന പ്രോഗ്രാം നടത്തുന്നു, അടുത്ത ദിവസം പത്രത്തിൽ വാർത്തുന്നു. ഇത് കോൺസ്റ്റന്റ് ആണ്. ഡോക്ടർ KN പൈയുടെ കാലത്തൊക്കെ വളരെ എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇതായി. കഴിഞ്ഞ താഹസാറോ എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടാവും, മറ്റേ PMS ഡെന്റൽ കോളേജിൽ. അതായത് ആദ്യകാലത്ത് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചവരാണ് ഇവരെല്ലാം. ഇവിടെ കിംസിന്റെ തലപ്പത്തിരിക്കുന്ന ആള് നജീബ്, അദ്ദേഹം ഇവിടെ എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഇവിടെ പോയി, നമ്മൾ പുറകോട്ടായി. കാരണം ഈ ആമയം പോയി നമ്മൾ കാര്യം നമ്മളാണ് മുമ്പ്. പക്ഷെ നമ്മൾ അല്പം സ്ലോ ആയപ്പോഴത്തേക്ക് അവർ മുമ്പോട്ട് പോയി. കാരണം ഈ സോഷ്യൽ റെസ്പോൺസ് നമുക്ക് കുറവാണ്. അത് മാറ്റിയെടുത്തേ പറ്റൂ. ബിന്ദു ഡോക്ടർ എന്ന് പറയുന്നു. അതെ സാർ, തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പൊ കാലം കഴിയുന്തോറും ഏറ്റവും കുറഞ്ഞു വരുന്നത് ഈ സോഷ്യൽ റെസ്പോൺസും സോഷ്യൽ കമ്മിറ്റ്മെന്റും ആണ്. അത് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റുഡൻസിന് അത് ലാക്ക് ചെയ്താൽ പിന്നെ എല്ലാം തീർന്നില്ലേ? അപ്പൊ അവര് എപ്പോഴും ഒരു സഫറിങ് ഹ്യൂമൻ ബീയിങ് വന്ന് പ്രതീക്ഷയോടെ വരുന്നത് അവരെ കേൾക്കാനും അവർക്കൊരു എംപതി കിട്ടാനുമാണ്. അത് കിട്ടേണ്ടിടത്തൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെങ്ങോട്ട് പോകും? അപ്പൊ ആ ഒരു ലെവലില് അടുത്ത ജനറേഷനെ മോൾഡ് ചെയ്തെടുക്കണം. എസ്പെഷ്യലി ഇത് ഈ പാലിയേറ്റീവ് കെയറിന്റെ ഈ ഫിലോസഫിയും കമ്പോണൻസും ഒക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഉൾപ്പെടുത്തണം. നമ്മൾ ഓർഗനോൺ പഠിപ്പിക്കുന്ന എസ്പെഷ്യലി ഹോമിയോപ്പതിക് കോളേജസിൽ നമ്മൾ ഹോമിയോപ്പതിക് ഫിലോസഫി ആയിട്ട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം. അപ്പൊ അത് ഇനിയും ഭാവിയിൽ
ഓരോരുത്തർക്കും ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതെ, അതായത് സിലബസ് മാറ്റിയിട്ട് ആദ്യം കുറെ അനാട്ടമിയും കുറെ ബോണും വെച്ച് ഇങ്ങനെ പറഞ്ഞ് പിള്ളേരെ കണ്ണു തെളിയിക്കാതെ ആദ്യം ക്ലിനിക്കൽ സൈഡ്, ഇന്നലെ അത് പറഞ്ഞതാണ് മറ്റേ നാഷണൽ NCHന്റെ അവരൊക്കെ പറഞ്ഞ കാര്യമാണ്. ആ രീതിയിലേക്ക് സിലബസ് റീമോഡൽ ചെയ്യണം, കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പോഷർ കൊടുത്തിട്ട് തിയറി പഠിപ്പിക്കുകയാണെങ്കിൽ ഗുണം ചെയ്യും. ഇതിപ്പോ ആദ്യമേ ഓർഗൺ കുറെ കാണാൻ പഠിപ്പിക്കുന്നതോടെ അവർക്ക് മതിയാവും, പിന്നെ ചാടി പോകാൻ നോക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. അത് മാറേണ്ടതുണ്ട്. ഇനി നമുക്ക് അബ്ദുൽ സലാം സാർ എന്തെങ്കിലും, കുറച്ചു നാളായി സാർ വന്നിട്ട്. സാർ ഉണ്ടല്ലോ. ഉണ്ട്. അബ്ദുൽ സലാം സാറേ. പ്രത്യേകിച്ചൊന്നും പറയല്ല, ഞാൻ ബിന്ദു ഡോക്ടറെ ക്ലാസ് ആയതുകൊണ്ട് കയറിയതായിരുന്നു. പിന്നെ നമ്മുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് കയറണല്ലോ, അതുകൊണ്ട് കയറിയതാണ്. ഇപ്പോൾ ആരോഗ്യപരമായ കാര്യം ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഖത്തറിലിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്, മെഡിക്കൽ ലീവിലാണുള്ളത്. ഏതായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ബിന്ദു ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. ആ സേവനങ്ങൾ തുടരട്ടെ, ഇനിയും തുടരണം. താങ്ക്സ്. താങ്ക് യു സർ. സാറിനെ ഒരിക്കൽ കൂടി കാണാൻ അനുവദിച്ചതിൽ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും സാറിന് വേണ്ടി ഉണ്ട്. വിവരങ്ങൾ അറിയാനും ആഗ്രഹമുണ്ട്. നന്ദി സാർ. ഷഫീഖ് ഡോക്ടർ ഹാൻഡ് ചെയ്തിട്ടുണ്ടേ. ഷഫീഖ് ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം ഡോക്ടർ, കേൾക്കാം. നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിനും യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഈ പാലിയേറ്റീവ് കെയറിന് കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അലോപ്പതി മെഡിക്കൽ കോളേജുകളിലൊക്കെ അവരത് ചെയ്യുന്നുണ്ട്. അവരുടെ ഓരോ പ്രോഗ്രാമിൽ സെക്കൻഡ് ഇയർ മുതലേ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ കോളേജുകളിൽ അങ്ങനെ വന്നാലേ നമ്മുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ എമ്പതിയൊക്കെ വരത്തുള്ളൂ. അപ്പൊ അതിനുള്ള നമ്മുടെ കരിക്കുലത്തിലൊക്കെ അതിനുള്ള വ്യത്യാസങ്ങൾ വരുത്തണം. പിന്നെ അതുപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ ഒരു ഡോക്ടർ എടുത്തിരുന്ന് അത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ ഇത് ചെയ്യുമ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി അതിനൊരു തടസ്സം ഉണ്ടാക്കാതെ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയിപ്പം ഒരു ഡോക്ടർ എടുത്ത് ഒരു ചെയ്ത് വെച്ചിട്ട് പകുതിയിൽ വെച്ച് പോകേണ്ട ഒരവസ്ഥ വരുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും രോഗികൾക്ക്. ഡോക്ടർക്കല്ല, മെയിനായിട്ട് നമ്മൾ പബ്ലിക്കിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മള് മാറ്റം വരുത്തി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ബെഡ് റിട്ടൺ ആയിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള പാലിയേറ്റീവ് കെയറിന് ഇതായിട്ടുള്ള പേഷ്യൻസിനെ വന്ന് കാണുന്ന വിസിറ്റേഴ്സിന് നമ്മളൊരു അഡ്വൈസ് ആദ്യം കൊടുക്കണം. അത് വീട്ടുകാർക്ക് നമ്മൾ നേരത്തെ കൊടുക്കണം. അതായത് ആര് വന്നാലും പോസിറ്റീവേ അവരടുത്ത് സംസാരിക്കാവും. ചില രോഗികളെ കാണാൻ വരുന്ന ഈ വിസിറ്റേഴ്സ് വന്ന് നിൽക്കണ കാണുമ്പോൾ തന്നെ രോഗി പകുതിയിലാവുന്നു. കാരണം ദുഃഖത്തോടുകൂടി നോക്കും, എന്നിട്ടൊരു ദുഃഖ കൈയും കൂടെ വെച്ചു കൊടുക്കും അവരെ മുമ്പേ വെച്ച്. അതോടുകൂടി ഈ പേഷ്യന്റിന്റെ കുറെ കൂടി അവരുടെ അസുഖം വഷളാവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിന് പോകുന്ന വീട്ടുകാരെടുത്ത് നമ്മളിങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കണം. ആര് വിസിറ്റേഴ്സ് വന്നാലും നിങ്ങൾ ദയവ് ചെയ്ത് രോഗിയുടെ മുമ്പേ വെച്ച് നെഗറ്റീവായിട്ടുള്ളൊന്നും പറയരുത്. പോസിറ്റീവായിട്ട് മാക്സിമം പേഷ്യന്റിന് ഇതൊന്നും ഒരു വിഷയമല്ല, ഇതിനേക്കാളും വലിയ അസുഖമുള്ളവർക്കൊക്കെ ഭേദമായില്ലേ, അതുകൊണ്ട് ഇതൊന്നും ഒന്നുമല്ല എന്ന് അവരടുത്ത് പറയാനുള്ള ഒരു ട്രെയിനിങ്ങും കൂടെ നമ്മളെ വീട്ടുകാർക്ക് കൊടുക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഡോക്ടറുടെ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഷഫീഖ് ഡോക്ടർ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മളത് കുടുംബക്കാരോട് പറയാറുണ്ട്. കാരണം പലപ്പോഴും പേഷ്യന്റിനോട് സംസാരിച്ചു കഴിയുമ്പോൾ ഈ വിസിറ്റിന് ശേഷം ഡിപ്രഷൻ കൂടുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അവസ്ഥയുള്ള പേഷ്യന്റിനെ പോയി കണ്ടിട്ട് അവർ പറയുന്നത്, ഇതുപോലെ ഞാൻ കഴിഞ്ഞ മാസം ഒരാളെ പോയി കണ്ടു, 2 ആഴ്ച കഴിഞ്ഞ് മരിച്ചുപോയി. അല്ലെങ്കിൽ പറഞ്ഞത് പേഷ്യന്റ് തന്നെ പറഞ്ഞ ഇതേപോലെ ഞാൻ നരകിച്ചാണ് മരിച്ചത്. അപ്പൊ ആർക്കാണ് ഇത് കേൾക്കാൻ താല്പര്യം? നമ്മള് സാന്ത്വനിപ്പിക്കാൻ പോകുമ്പോ ഇവർക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുക, ഭയപ്പാടുണ്ടാക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് സാറ് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു അറ്റ്ലീസ്റ്റ് കുടുംബാംഗങ്ങളുടെ പ്രസൻസ്, അല്ലെങ്കിൽ അവിടെ കയറി ചെല്ലുമ്പോൾ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ സൈലൻസ് ഓൾസോ ആ ഗുഡ് കമ്മ്യൂണിക്കേറ്റ്. കേൾക്കുക, അവരെ കൈയൊന്ന് പിടിച്ച് നിന്നാൽ പോലും അവർക്ക് അതൊരു വലിയ കാര്യമാണ്. ഇനി നമ്മുടെ സമയമായി. നമുക്ക് നന്ദി പറയുന്നതിന് കിരൺ ചന്ദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ.
അല്ല, ഒരു ചെറിയ പോയിന്റ് സാറ് നേരത്തെ ആഡ് ചെയ്തതിനോടൊപ്പം തന്നെ ഈ ഹോസ്പൈസ് കെയർ അല്ലെങ്കിൽ ഈ പാലിയേറ്റീവ് കെയർ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് പോളിക്ലിനിക്സും ഹോസ്പൈസ് കെയറും കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതിനൊരു പോളിസി ഡോക്യുമെന്റ് വേണ്ടി വരും. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. കാരണം അലോപ്പതി ചെറിയ ചെറിയ രീതിയിൽ ചെറിയ മിനി ഹോസ്പൈസ് കെയർ, അതായത് പാലിയേറ്റീവ് കെയർ എന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ തന്നെ പലയിടത്തും ഹോം വിസിറ്റ്, ഹോം ഡോക്ടർ അങ്ങനെയുള്ള കൺസെപ്റ്റ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാർഗരേഖയോ ഒന്നും സർക്കാർ ഇതുവരെ പൂർണ്ണമായും കൊടുത്തിട്ടില്ല. അതിനി വരും കാലങ്ങളിൽ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. അല്ല, ഡോക്ടർക്ക് അതിനാണ് ഞാൻ പറഞ്ഞത്, പല കോളേജുകളിലും തണലെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല പ്രോഗ്രാമുകൾ ഈ സ്റ്റുഡൻസിന് പാവപ്പെട്ടവരുടെ വീടുകളിലൊക്കെ സന്ദർശനം അതൊക്കെ വെക്കുന്നുണ്ട്. അത് നമ്മുടെ കോളേജിലുള്ള സ്റ്റുഡൻസിനെ ആ രീതിയിൽ ഒന്ന് ട്രെയിൻ ചെയ്ത് എടുത്താൽ വളരെ നന്നായിരിക്കും. ഡോക്ടർക്ക് നന്ദി പറയണേ കിരൺ സർ. ബിന്ദു മാഡം, ഇന്നത്തെ സെഷൻ വിഷയം അവതരിപ്പിച്ച ബിന്ദു മാഡത്തിന് വളരെയധികം നന്ദി. വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. ലഘുവായ വിഷയമായി നമുക്ക് തോന്നാമെങ്കിലും നമ്മുടെ സമൂഹത്തിനെ ആഴത്തിൽ ബാധിക്കുന്ന വിഷയമാണ്. അതിലേക്ക് ഇത്രയും ഗൗരവമേറിയ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും IFPHന്റെ പേരിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശുഭരാത്രി. നന്ദി കിരൺചന്ദ്. ഇന്നത്തെ നമ്മളുടെ ബെഡ് ബൗണ്ട് പേഷ്യൻസിന് ഒരു അന്തസ്സോടെയുള്ള മരണം നൽകുന്നതിന് വേണ്ടി ഗ്രഹകേന്ദ്രീകരണ പാലിയേറ്റീവ് കെയർ പദ്ധതിയും പരിചരണവും ഹോമിയോപ്പതിയുടെ പ്രസക്തിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകളുമായിട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. ഡോക്ടർക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് അറിഞ്ഞതിലൊരു വിഷമവും കൂടെ അറിയിക്കട്ടെ. പിന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നാളത്തെ 1803 യുവജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെബിനാറിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ 1802 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു മാഡം. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.